കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ പരിധിയിൽ വരുന്ന അതിമനോഹരമായൊരു ക്ഷേത്രമാണ് ഹിമവത് ഗോപാലസ്വാമി ബെട്ട. ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഈ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴലൂതി നിൽക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ പറ്റുക. ഇത് വായുവിൽ പുല്ലാങ്കുഴൽ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ളതാണ് എന്നതാണ് ഈ അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇതിന്റെ വശങ്ങളിൽ രുക്മിണിയും സത്യഭാമയുമുണ്ട്. ഈ വിഗ്രഹത്തിന്റെ കാൽഭാഗത്ത് ജലമൊഴുകി വരുന്ന ഒരു ഉറവയുണ്ടെന്നും അതിന് അത്ഭുത ശക്തിയുണ്ടെന്നും ഭക്തർ വിശ്വസിക്കുന്നു. വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നതിനാലാണ് ഹിമവത് എന്ന പേര് ലഭിച്ചത്. ബെട്ട എന്നാൽ കന്നഡയിൽ മല എന്നാണർത്ഥം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1454 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണിത്. AD 1315-ൽ ഹൊയ്സാല രാജാവായിരുന്ന ബല്ലാലയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് മൈസൂർ രാജവംശം ക്ഷേത്രത്തിന്റെ പരിപാലനം ഏറ്റെടുത്തു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിബിധ വനവും അവിടെയുള്ള ആനക്കൂട്ടങ്ങളും പ്രകൃതിസ്നേഹികളെ ആകർഷിക്കുന്നതാണ്. മിക്കപ്പോഴും കനത്ത മഞ്ഞുമൂടിയ അന്തരീക്ഷമായതിനാൽ ദൂരക്കാഴ്ചകൾ പരിമിതമായിരിക്കും. ഇത് സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭവം നൽകുന്നു. വന്യജീവി സങ്കേതത്തിനുള്ളിലായതിനാൽ സ്വകാര്യ വാഹനങ്ങൾ ക്ഷേത്രത്തിനു മുകളിലേക്ക് അനുവദിക്കില്ല. പകരം വനം വകുപ്പിന്റെ ബസ്സുകളിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 മണിവരെയാണ് സന്ദർശകരെ അനുവദിക്കുന്നത്. രാത്രി താമസം അനുവദനീയമല്ല. ഇതൊരു പരിസ്ഥിതിലോല പ്രദേശമായതിനാൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുപോകുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും മൈസൂരിൽ നിന്നും എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും ഈ ക്ഷേത്രവും പരിസരവും കനത്ത മഞ്ഞാൽ മൂടപ്പെട്ടിരിക്കും. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ പോലും മഞ്ഞ് അനുഭവപ്പെടാറുണ്ടെന്നതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഈ ക്ഷേത്രം. അതിനാൽ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ കാട്ടുപോത്ത്, മാൻ, തുരണി, ആന തുടങ്ങിയ വന്യജീവികളെ കാണാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ കടുവയെയും കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പുൽമേടുകളിൽ ആനക്കൂട്ടങ്ങൾ നിൽക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ മലമുകളിൽ നിന്ന് താഴെയുള്ള വനങ്ങളുടെയും ദൂരെയുള്ള മലനിരകളുടെയും മനോഹരമായ ദൃശ്യം കാണാം. പശ്ചിമഘട്ടത്തിന്റെ ഒരു വിശാലമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ശ്രാവണമാസത്തിലെ എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഉത്സവങ്ങളും നടക്കാറുണ്ട്. ഈ സമയത്ത് ധാരാളം ഭക്തരെത്താറുണ്ട്. എല്ലാ വർഷവും മീനമാസത്തിൽ 7 ദിവസം നീണ്ടുനിൽക്കുന്ന രഥോത്സവം നടക്കുന്നു. ഫൽഗുനമാസത്തിലെ ശ്രവണ നക്ഷത്രത്തിലാണ് പ്രധാന ചടങ്ങുകൾ. ശ്രീകോവിലിന്റെ കവാടത്തിന് തൊട്ടുമുകളിലായി വർഷം മുഴുവൻ തണുത്ത വെള്ളം ഇറ്റുവീറാറുണ്ട്. പൂജാരി ഈ തീർത്ഥം ഭക്തരുടെ മേൽ തളിക്കുന്നത് ഇവിടുത്തെ പ്രധാന ചടങ്ങാണ്. ക്ഷേത്രം വൈകുന്നേരം 4 മണിക്ക് അടയ്ക്കും. 4:30യോടുകൂടെ അവസാന ബസ് മലയിറങ്ങും. അതിനാൽ രാവിലെ നേരത്തെ എത്തുന്നത് പൂജകളിൽ പങ്കെടുക്കാനും ദർശനം നടത്താനും സഹായിക്കും.